ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹായ്. ഞാൻ ലക്ഷ്മി ഗിരീഷ്. ഇതെൻ്റെ മകൻ സൂര്യനാരായണൻ. ഞങ്ങളുടെ പുതിയ സംരംഭമായ ലെച്ചൂസ് സയൻസ് ടിപ്പിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പേര് പോലെ തന്നെ നമ്മൾ ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒരു കംപ്ലീറ്റ് ക്ലാസ് ഒന്നുമല്ല, കുറച്ച് ടിപ്സ്, കുറച്ച് ട്രിക്സ്, അതിലെല്ലാം കൂടെ CBSE സ്റ്റുഡൻസിന് എങ്ങനെ നല്ല സ്കോർ ചെയ്യാം, ഇതാണ് നമ്മളിതിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാനും എൻ്റെ മോനും കൂടെ ഡിസ്കസ് ചെയ്തു. CBSE 10th ക്ലാസ് പരീക്ഷ റദ്ദാക്കി. അതിനോട് യോജിപ്പില്ലാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരും. വേറൊന്നും കൊണ്ടല്ല, കുറേയേറെ കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അവർക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഈ ഒരു വർഷം പഠിച്ചത് എന്തിന്? കാരണം ഇപ്പോൾ അവൻ പറയാറുണ്ട്, നമ്മൾ ക്ലാസ്സിൽ 10th കയറുന്നേ ഉള്ളൂ, ഇപ്പോൾ സ്കൂളിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു, കഴിഞ്ഞ വർഷം ഓൺലൈനായിരുന്നു, പിള്ളേരെല്ലാം ഏകദേശം ഒരു ഒഴുക്കം മട്ടിലാണ്. ഇപ്പോൾ അവൻ്റെ അഭിപ്രായം പറയും. 9th ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? 9th ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ അല്ലാത്ത ക്ലാസ്സിനെക്കാട്ടിലും വളരെ ബോറിംഗ് ആയിരുന്നു. പിന്നെ ഞാനും ഒന്ന് റിലാക്സ്ഡ് ആക്കി വിട്ടു, അവനും റിലാക്സ്ഡായി. ആ കൊറോണയുടെ ഒഴുക്കിൽ 9th ക്ലാസ് അങ്ങ് പോയി. 8th ഏകദേശം 80-85% അവനുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഫിസിക്സ്. എൻ്റെ സബ്ജക്റ്റാണ് ഫിസിക്സ്. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് തരുന്ന വേറൊന്നും കൊണ്ടല്ല, അവന് ഒരു 10th ക്ലാസ്സുകാരൻ്റെ മാനസികാവസ്ഥ നന്നായി മനസ്സിലാകും. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഒരു അമ്മയും മകനും അങ്ങനെ ആയാൽ നിങ്ങളുടെ എഫർട്ട്, അതായത് പേരൻസിൻ്റെ എഫർട്ട് കുറയും, പിള്ളേരുടെ എഫർട്ട് കുറയും, പ്രൊഡക്ടിവിറ്റി കൂടും. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണ്. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചില ടിപ്സ്, ഞങ്ങളുടെ പഠിത്തത്തിൽ അഡോപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അല്ലറ ചില്ലറ സയൻസിൻ്റെ ക്ലാസ്സുകളും കൂട്ടിക്കോ. ഫിസിക്സ്, കെമിസ്ട്രി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കും. എങ്ങനെ പരീക്ഷ എഴുതണം, അവന് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. അവൻ്റെ റൊട്ടീൻ നിങ്ങളോട് പറയും. ഡെയിലി എത്ര മണിക്കൂർ അവൻ പഠിക്കും, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്. പൊതുവിൽ അവൻ്റെ അഭിപ്രായം അവൻ ആദ്യം പറഞ്ഞ എന്നോട് എന്താണെന്നറിയാമോ? 1ാം ക്ലാസ്സിൽ പഠിച്ച് ജയിച്ചാൽ 2ാം ക്ലാസ്സിൽ വരും, 2ൽ പഠിച്ച് ജയിച്ചാൽ 3ൽ വരും, 9ൽ പഠിച്ച് ജയിച്ചാൽ 10ൽ വരും. അത്രയും നിങ്ങളും കൂട്ടിയാൽ മതി. 9ൽ പഠിച്ച് നമ്മൾ ജയിച്ചത് കൊണ്ട് 10ൽ വന്നു. അല്ലാതെ 10ൽ വരിക എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കും, അയ്യോ ഇപ്രാവശ്യം 10ലാണോ? 10ലായാലും എന്താ, ഒരു കുഴപ്പമില്ല. 10ലേത് പഠിക്കുക. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഗുണം, 9ാം ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് കളിച്ചും ചിരിച്ച് ഉഴപ്പി നടന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതിൻ്റെ കണ്ടിന്യൂവേഷനൊക്കെ വളരെ കുറവാണ് അല്ലേ? സയൻസ് തുടങ്ങിയാൽ കണ്ടിന്യൂവേഷൻസ് വളരെ കുറവാണ്. അതാണ് നിങ്ങൾക്കുള്ള ഒരു പോസിറ്റിവിറ്റി. അപ്പോൾ ഞങ്ങൾ ഇനിയും പഠിത്തം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിലേ പറയത്തുള്ളൂ. ഈ വീഡിയോ ഞങ്ങളുടെ ഇൻട്രൊഡക്റ്റീവ് വീഡിയോ ആണ്. ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നു, ഞങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു. ഞങ്ങൾ ടെക്നിക്ക് വഴിയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാനും പഠിപ്പിക്കും. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിയെടുക്കുക. നമുക്ക് ഈ ഒരു വർഷം ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ളതൊരു തലവേദനയാക്കാതെ ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെ സയൻസിന് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ? പറ്റും. മുഴുവൻ മാർക്കും മേടിക്കാം. അത്രയ്ക്ക് സിംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. രസകരമായ വിദ്യകളും കോഡിംഗ് ടെക്നിക്സും ഓർത്തു വയ്ക്കാനുള്ള മെമ്മറി ടിപ്സും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏത് ടൈപ്പ് ആൾക്കാരും കാണും. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും CBSE 10th ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇന്ന് തുടക്കമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇനിയും പുതിയ ടിപ്സുമായിട്ട് വരും. ഒന്നുമായില്ല, ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ 9 വിട്ട് 10ലോട്ട് ചാടുന്നത്. ഇപ്പോൾ നമ്മൾ 10 കയറിയോ മോനെ? 10 കയറിയില്ല. ഞങ്ങളിപ്പോഴും 9ൽ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. സ്കൂളിൽ ചെറുതായിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങി, പക്ഷേ ഞങ്ങൾ 9ൽ നിന്ന് 10ലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പായതേ ഉള്ളൂ. അതിൽ മനസ്സിൽ നിന്നും
ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നോട്ട് ബുക്കിൽ നിന്നും ഒക്കെ 9 എടുത്ത് അങ്ങോട്ട് മാറ്റും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ. എന്നിട്ട് പതുക്കെ 10 ഇങ്ങോട്ട് വലിച്ച് കയറ്റും. അതെങ്ങനെയാണെന്നുള്ള ട്രിക്കായിരിക്കും ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളും വെയിറ്റ് ചെയ്യുക. നമുക്ക് 9 പതുക്കെ മാറ്റി 10 കയറാം. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഇത് ലെച്ചൂസ് ആൻഡ് സൂര്യാസ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.